ചിത്ത ഏകാഗ്രത, ചിത്തനിരോധം, രണ്ട് പദ്ധതികളാണ്. യോഗശാസ്ത്രത്തില് സാധന വഴിയിലെ രണ്ട് വഴികളാണ്. ഇതിൽ പതഞ്ജലി സ്വീകരിച്ചിരിക്കുന്നത് ചിത്തനിരോധമാണ്. ഭക്തി യോഗക്കാർ സ്വീകരിച്ചിരിക്കുന്നത് ചിത്ത ഏകാഗ്രതയാണ്. ഏകാഗ്രതയും നിരോധവും ഉണ്ടാകുന്ന ക്ഷിപ്തങ്ങള്, ഒരു ക്ഷിപ്തം ഉണ്ടായി അടുത്ത ക്ഷിപ്തത്തിനിടയിൽ മൂഢമെന്നൊരവസ്ഥയുണ്ട്. വിശേഷേണയുള്ള ക്ഷിപ്തം ഉണ്ടായാൽ അതിന് വിക്ഷിപ്തം എന്നാണ് പറയുക. ആ വിക്ഷിപ്തം വന്നാൽ ഇതര വൃത്തികളെയെല്ലാം അത് നിരോധിക്കും. ആ നിരോധിക്കുമ്പോഴുള്ള ഊർജം ഉപയോഗിച്ചാണ് വിക്ഷിപ്തങ്ങളെ താലോലിക്കുന്നത്. അതുകൊണ്ട് ചിത്തവൃത്തികളെ നിരോധിക്കാം എന്നാണ് യോഗശാസ്ത്രത്തിന് പാതഞ്ജലി വലിയൊരർത്ഥം കൊടുക്കുന്നത്. യോഗ ചിത്തവൃത്തി നിരോധ എന്നാണ് പറയുന്നത്. അഥ യോഗാനുശാസനം യോഗശ്ചിത്തവൃത്തി നിരോധ. വൃത്തയഃ പഞ്ചതയ്യാഃ ക്ലിഷ്ടാഃ അക്ലിഷ്ടാഃ പ്രമാണ വിപര്യയ വികൽപ്പ നിദ്ര സ്മൃതയഃ. പ്രമാണം, വികൽപ്പം, നിദ്ര, വിപര്യം, സ്മൃതി, ഇവയാണ് വൃത്തികൾ. ഈ വൃത്തികളെയെല്ലാം നിരോധിച്ചാൽ ബോധം നിരോധം വരുമ്പോൾ സ്വച്ഛന്തമാവും. വൃത്തികൾ അനന്തമായി പെരുകുമ്പോൾ ഒരു വൃത്തിയിൽ ഏകാഗ്രമാകാൻ കഴിഞ്ഞാൽ അനേക വൃത്തികൾ ഇല്ലാതായി സ്വച്ഛന്തമാവും. ഭക്തിയോഗക്കാരിതാണ് ഉപയോഗിക്കുന്നത്. ഒരു വൃത്തിയിൽ ഏകാഗ്രമാവുക. മന്ത്രസാധനയിലൊക്കെ ആ പണിയാണ് ഉപയോഗിക്കാൻ ഒരുങ്ങുന്നത്. പലപ്പോഴും കുഞ്ചര ശൗചം പോലെ ആകാറുണ്ടെങ്കിലും, കുഞ്ചര ശൗചം എന്ന് പറഞ്ഞാൽ അറിയാമെന്ന് തോന്നുന്നു. ആന കുളിപ്പിച്ച് നിർത്തിയാലും പൊടിവാരി കുളിക്കും. ഈ സാധനയൊക്കെ ചെയ്ത് ഏകാഗ്രമാകാൻ ശ്രമിച്ച് അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്ക് വൃത്തികളെല്ലാം കുടുങ്ങി വരികയും എല്ലാ വൃത്തികളും കൂടെ വരും. അതറിയുന്നത് മിക്കവാറും ഏകാഗ്രമാകാൻ തീർത്ഥസ്നാനങ്ങളിലേക്ക് പോകും. ഹരിദ്വാർ, ഋഷികേശിലേക്ക്. ഈ തീർത്ഥാടനത്തിന് പോകുന്ന വഴിക്ക് നോക്കിയാൽ മതി. അല്പനേരം നാമം ചെയ്യും, പിന്നെ പരദൂഷണം തുടങ്ങും. വീണ്ടും അല്പം നാമം ചെയ്യും, വീണ്ടും പരദൂഷണം തുടങ്ങും. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞ് അവിടെ നിന്നുകൊണ്ട് പരദൂഷണം പറയും. ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ചു വണ്ടി വരുമ്പോൾ രാത്രിയായിരിക്കും. അപ്പോൾ ഒരുത്തിരി വീട്ടുവാതൊക്കെ കൊണ്ട് നിർത്തുമ്പോഴേക്ക് ഇറങ്ങാതെ നിന്നുകൊണ്ടും പരദൂഷണം പറയും. ഇത് എന്താ ഉണ്ടാവും, തീർച്ചയായും ഉണ്ടാവും. ഇതിന് ഏറ്റവും എളുപ്പം ഈ കൊണ്ടുപോകുന്ന ആളൊരു വോയിസ് റെക്കോർഡർ അവിടെ വെച്ച് മുഴുവൻ ടൈപ്പ് ചെയ്തിട്ട് കേൾപ്പിച്ചാൽ ഇത് ആവർത്തനമാണെന്ന് കേൾക്കാം. ഒരു ബോറടി ഇല്ലെന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഒറ്റ ബോറടി, യാതൊരു ബോറടിയില്ല. അതൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം. ഒരേ കാര്യം തന്നെയാണ്. കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് തന്നെയാണ് ഈ ആഴ്ച കാണുമ്പോഴും പറയുന്നത്. അത് ശരിക്കും ഈ ആവർത്തനമാണ്. പറഞ്ഞത് തന്നെയാണ് പറയുന്നത്, വേറെ പറയാൻ പുതുതൊന്നുമില്ല. അതിൽ നിന്ന് ശാസ്ത്രമൊന്നും സമ്പാദിക്കുന്നുമില്ല. ഇങ്ങനെ ഉണ്ടാവും. അപ്പോ ഏകാഗ്രതയും നിരോധവുമാണ് രണ്ടു വഴി.
ഏകാഗ്രത നിരോധാവ, ചിത്തത്തിന്റെ ഏകാഗ്രത കൊണ്ടും ചിത്തനിരോധം കൊണ്ടും മൂഢൈഹി, മൂഢന്മാരാൽ വൃഷം അഭ്യസ്യതേ, തീവ്രമായ തരത്തിൽ അഭ്യസിക്കപ്പെടുന്നു. അഭ്യാസം എന്ന് പറയുന്നത് അത് വീണ്ടും വീണ്ടും ചെയ്തുറപ്പിക്കുന്നത്. അധ്യാസം എന്ന് പറഞ്ഞാൽ ഒന്നിന്റെ മുകളിൽ വേറൊന്നിനെ കാണുന്നത്. സൂപ്പർ ഇമ്പോസിഷൻ അധ്യാസം. അപ്പം ഏകാഗ്രതയും ചിത്ത ഏകാഗ്രതയും ചിത്തനിരോധവും മൂഢന്മാരാൽ തീവ്രതരമായി അഭ്യസിക്കപ്പെടുന്നു. ജ്ഞാനികളാകട്ടെ ധീരാഹ കൃത്യം ന പശ്യന്തി, ചെയ്യേണ്ടതായി അഭ്യസിക്കേണ്ടതായി ഒന്നും കാണുന്നില്ല. സുപ്തവത് സ്വപദേ സ്ഥിതാഹ, ഉറങ്ങിക്കിടക്കുന്നവരെ പോലെ അവർ സ്വന്തം പദത്തിൽ ആത്മാവിന്റെ ശുദ്ധരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. അവര് ചിത്ത ഏകാഗ്രതയ്ക്ക് വേണ്ടി ശ്രമിക്കുകയോ, കാരണം ചിത്തം ഉള്ളിടത്തോളം കാലം അതിന്റെ സ്വഭാവമാണ് ഈ തെണ്ടുക എന്നുള്ളത്. അതങ്ങ് തെണ്ടിക്കോട്ടെ, പക്ഷെ അത് ഞാനല്ല, അത് ചിത്തം തെണ്ടിയതാണ്. ചിത്തം നിരോധിക്കേണ്ടതുമില്ല, ഏകാഗ്രതയ്ക്ക് ശ്രമിക്കേണ്ടതുമില്ല എന്നാണ് അവരുടെ പക്ഷം. ചിത്തത്തിന്റെ ഏകാഗ്രതയാകട്ടെ നിരോധമാകട്ടെ രണ്ടായാലും അത് തീവ്രതരത്തിൽ അഭ്യസിക്കുന്നത് മൂഢന്മാരാണ്. ജ്ഞാനികളാകട്ടെ അഭ്യാസത്തിന്റെ തന്നെ ആവശ്യകത അറിയുന്നില്ല. ഇല്ല ഇല്ല, അതെ. മറ്റത് പറഞ്ഞത് ഈ അഭ്യാസമൊക്കെ ചെയ്യുന്നവരെയാണ്. അത് പ്രത്യേകം മനസ്സിലായി കാണും. മുമ്പ് പറഞ്ഞത് ഈ ഒരുപാട് അഭ്യാസം ചെയ്തൊക്കെ കഴിഞ്ഞിട്ട് അവസാനം വന്ന് പെട്ടെന്ന് ഇതിലൊന്നും ഒരു കാര്യവും ഇല്ലെന്ന് കേട്ട് കഴിഞ്ഞാൽ ഇവൻ ഡൗണായി. അവിടെയാണ് പിന്നെ ഇവനൊരു ഇരിപ്പുണ്ട്, കുളിക്കുകയില്ല. ആ അവസ്ഥയ്ക്ക് അടുത്തൊരവസ്ഥയാണ്. അവരൊക്കെ ഏതാണ്ട് ആ അവസ്ഥയിലുണ്ട് ഒരുപാട് പേര്. അതെ, വന്നു ചേരുക. അവരിങ്ങനെ ശ്രവണം ചെയ്ത് ഉറച്ചു കഴിഞ്ഞാൽ അവര് മൂഢന്മാരെ പോലെയാവും. ചിലര് മൂഢൻ തന്നെയാവും. രണ്ടു തരക്കാരെയും കാണാറുണ്ട്. അല്ല, അതല്ലത്, അത് വേറെയാണ്. ഇത് ചിത്തത്തിന്റെ ഏകാഗ്രത ശീലിക്കാനും ചിത്തവൃത്തി നിരോധം ശീലിക്കാനും ഒക്കെ വളരെ കൂടുതൽ ശ്രമിക്കുന്നതായിട്ടാണ് കരുതിപ്പോരുന്നത്. ഒരുപാട് അഭ്യാസങ്ങൾ. ഈ അഭ്യാസങ്ങളൊക്കെ ശരീരത്തെ വല്ലതാക്കും. ശരീരത്തേക്ക് ഇട്ട് പീഡിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ശരീരത്തെ ഇട്ട് പീഡിപ്പിക്കുമ്പോൾ അതിലൂടെ എല്ലാം പോകുന്ന ബോധം പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. അതിനനുസരിച്ച് മസിൽ പിടുത്തമൊക്കെ കൂടുന്നുണ്ട്. ശരിയാണോ എന്ന് ആലോചിച്ചു എനിക്ക്. വലിയ പാടാ പിന്നെ പൊരുത്തപ്പെട്ടു പോവാൻ. അതിനാകെപ്പാടെ ഇത്രേ ഉള്ളൂ എന്നൊന്ന് അറിഞ്ഞാൽ അതല്ലാതെ വരുന്നതിനെയൊക്കെ നിഷേധിക്കേണ്ടി വരുന്നു. ഇന്നാവുമ്പോൾ അതല്ലാത്ത ഒരുപാട് വിക്രിയകൾ ലോകത്തുണ്ട്. അതെല്ലാത്തിലൂടെയാണ് ആദ്യം പോകുന്നത്. സാധന എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ചെന്നു, അവിടെ കുറെ കാലം കുറെ സാധനകൾ ചെയ്തു. അന്ന് വല്ല തീവ്രമായ സാധനകൾ അനുഷ്ഠിക്കുന്നത്. അതിന്റെ കാരണം എന്താ വെച്ചാൽ ഇപ്പം കിട്ടുമെന്ന് പറഞ്ഞാ പോകുന്നത്. ഈ തമിഴൻ വരുന്ന പോലെയാണ്. അവനീ സാമ്പാറിനുള്ള പരിപ്പും അരിയും ഇഡലിക്കുള്ള മാവും ഒക്കെ പുറത്ത് കെട്ടിവെച്ചുകൊണ്ടായി നടന്നു വരുന്നത്.
കാരണം അവൻ പറയുന്നത് തന്നെ അതാണ്. കെട്ടും കെട്ടി ശബരിമലയ്ക്ക് അവിടെ ചെന്നാൽ സ്വാമിയെ കാണാം, സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടും, അതിപ്പോ കിട്ടുമെന്നും പറഞ്ഞാൽ അവനീ ഓടുന്നത്. ആ ഒരു തീവ്രതരമായ നടപ്പായതുകൊണ്ട് അതുകൊണ്ട് അവൻ തള്ളാതെ നടന്ന് ശബരിമലയിലങ്ക ബാരോമയ്യ എന്ന് പറഞ്ഞാണ് ഓടുന്നത്. കേട്ടിട്ടില്ല? നിങ്ങളൊന്നും കേൾക്കില്ല. അതുപോലെ ഈ സാധനയ്ക്ക് ഒരിടത്ത് ചെന്ന് കഴിഞ്ഞാൽ ഇവൻ തീവ്രതരമാക്കും സാധന. ദിവസം 2 നേരം ചെയ്താൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 നേരം ചെയ്യും. മനസ്സിലായില്ല? ഈ വയസ്സുകാലത്തൊക്കെ ഈ സാധന ചെയ്യുന്ന ചില ആളുകളുണ്ട്, ചില കളികളൊക്കെ ഉണ്ട് വയസ്സുകാലത്ത് സാധനയുടെ പല എന്താ പറയാ, കുളവും മീനും കളിക്കുക എന്നൊക്കെ പറയും. അങ്ങനെയാന്ന് തോന്നുന്നൊരു പ്രസ്ഥാനക്കാരുടെ കളി. ഭാര്യ അങ്ങോട്ട് ചാടി, ഭർത്താവ് ഇങ്ങോട്ട് ചാടി, ഇങ്ങനെ കളിച്ച് കുളങ്കര കളി. അത് തന്നെ, കുളവും മീനും അല്ല, കുളങ്കര. അങ്ങനെയൊക്കെ കളികളുണ്ടാകും, ഇരുന്നോട്ടെ. അപ്പൊ ഇത് ചാടി കളിച്ച് കുറെ കഴിയുമ്പോഴത്തേക്ക് കുളത്തിൽ നിന്ന് കരക്കി കയറുകയല്ല. പിന്നെയാണ് പിള്ളേർ ഇതിനെ എടുത്തുകൊണ്ട് പോകുന്നത് സൈക്യാട്രിസ്റ്റിന്റെ അടുക്കലോട്ട്. സൈക്യാട്രിസ്റ്റിന് ഇതുകൊണ്ടാണ് വന്നതെന്ന് പറയാൻ പറ്റില്ല, കാരണം മതങ്ങളും പെരുമാറും. ധ്യാനത്തിലൊക്കെ പോയേച്ച് ചെല്ലുന്നതിനെയൊക്കെ ചികിത്സിക്കുമ്പോൾ സൈക്യാട്രിസ്റ്റിന് ധ്യാനത്തിന്റെ ഫലമാണെന്നും ഇത് മതം പറ്റിച്ചാണെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ സൈക്യാട്രിസ്റ്റുകൾക്കും മതമുണ്ട്. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടായത്. അപ്പൊ ഇങ്ങനെ പല പരിപാടി ചെന്ന് ചാടും. അത് അന്നേരത്തെ ഒരു തീവ്രതയാണ്. അന്നേരം വെല്ലുവെല്ലയാണ്, വാശിയിലാണ് നിൽക്കുക. ഇതാണ് റൈറ്റ് ആവാം എന്ന് പോലും അല്ല. തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇതിന്റെ ഗുണഗണങ്ങളെ കുറിച്ചുള്ള ചിന്ത എന്ന് തലയ്ക്ക് പിടിക്കും. നാച്ചുറൽ അല്ല ലൈഫ്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ചിത്തത്തിന്റെ ഏകാഗ്രത ശീലിച്ചുണ്ടാകുന്നതാണെന്ന് വിചാരിക്കുന്നവർ, ചിത്തവൃത്തി നിരോധം ശീലിക്കുന്നവർ, ഇതൊക്കെ അധ്യാത്മ തലങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ആ അഭ്യാസം എന്ന് പറയുന്നത് ഇതല്ല, ഇപ്പുറത്ത് പറഞ്ഞതാണ്, ഇപ്പൊ പറഞ്ഞതാണ്. അപ്പോ യോഗശാസ്ത്രം മുതലായവയെ പിൻപറ്റിയവർ അതുകൊണ്ടും കിട്ടും. കിട്ടാവൊന്നും വരില്ല, പ്രോപ്പറായി ഒത്തു കിട്ടിയാൽ. അത് വലിയ പ്രയത്നങ്ങളാണ്, വലിയ വലിയ ലക്ഷ്യം വെച്ചുള്ളവയുമാണ്. ആ പ്രയത്നങ്ങളൊക്കെ നമ്മളെ ബന്ധിക്കുക മാത്രമാണ് ചെയ്യുന്നത്, മുക്തനാക്കുന്നില്ല. ഇത്രയൊന്നും പ്രയത്നിച്ച് നേടേണ്ടതല്ല ഈ ബോധം. അതുകൊണ്ട് ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം താൻ മുഖാന്തരം നടക്കുന്ന എല്ലാ കർമ്മകലാപങ്ങളും കർമ്മമല്ലാത്തവയാണെന്ന ബോധ്യത്തിൽ വേണം ചെയ്യാൻ. ഉണ്ണുന്നതും ഉറങ്ങുന്നതും കുടിക്കുന്നതും രമിക്കുന്നതും ഇരിക്കുന്നതും നടക്കുന്നതും എന്നുവേണ്ട എല്ലാം കർമ്മമേ അല്ല. ആ തലത്തിലാണ്. പ്രമാണ വിപര്യ വികൽപ്പ നിദ്ര സ്മൃതയ. പ്രമാണം, വികൽപ്പം, വിപര്യം, നിദ്ര, സ്മൃതി. യോഗശാസ്ത്രപ്രകാരം നിദ്രയും ഒരു വൃത്തിയാണ്. പ്രമാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യക്ഷം, അനുമാനം, ആഗമം, ഇവയൊക്കെ പ്രമാണം. യോഗശാസ്ത്രം മറിച്ചോളൂ, അതിനതെല്ലാം ഉണ്ട് ഡീറ്റെയില്ല. പ്രത്യക്ഷ, അനുമാന, ആഗമ. ഏത് വൃത്തി മാത്രമാണ്. നിദ്ര എന്ന് പറയുന്നത് സുഷുപ്തിയുടെ ഭാഗം, അത് വൃത്തിയാണ്. നിശേഷേണ ദ്രവീകരണം വന്നിട്ടുള്ളത്, അത് വൃത്തി തന്നെയാണ്.
സ്വാതന്ത്ര്യ ലോകത്തിന്റെ പണി മെനക്കെട്ട പണിയാണ് ഞാൻ എത്ര പുസ്തകം വായിച്ചു. ഇതെല്ലാം ഒഴിവാക്കിയിട്ട് ഭഗവാൻ കൃഷ്ണനോട് ഇതൊന്നും വേണ്ടെന്ന് പറഞ്ഞു യോഗത്തെ. അങ്ങനെ പറയുന്നത് തെറ്റാണ്. ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവ് പറഞ്ഞെടുത്ത് പാതഞ്ജല യോഗത്തെയും പാതഞ്ജല യോഗത്തെ തന്നെയാണ് യോഗ ബുദ്ധിയിൽ പറഞ്ഞിരിക്കുന്നത്. സാഖ്യത്തെ സാഖ്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. സാഖ്യ പ്രവചന സൂത്രം തന്നെയാണ് ഭഗവാൻ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. പക്ഷേ അത് പുനർനവീകരിച്ചാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് വ്യത്യാസമാണ്. അത്ര മാത്രമേ ഉള്ളൂ. പാതഞ്ജലോ അല്ലാത്ത ഒരെണ്ണമാണ് പറഞ്ഞതെങ്കിൽ അവിടെ യോഗം എന്ന് പറയേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ സാഖ്യമല്ല പറയുന്നതെങ്കിൽ സാഖ്യ യോഗം ആ അധ്യായത്തിന് പേരിടേണ്ട ആവശ്യമില്ല. സർവ പ്രസിദ്ധമായിരിക്കുന്ന ഒരു വാക്കിന് വേറെ അർത്ഥം നൽകി പറയാൻ സംസ്കൃത ഭാഷ അത്രയ്ക്ക് വാക്കില്ലാത്തതല്ല. അതുകൊണ്ട് അതൊക്കെ വളരെ നമ്മുടെ ബുദ്ധിയിൽ പറയുന്നതായേ എടുക്കാൻ പറ്റൂ. അതിന് പ്രയോജനമില്ലെന്നുമല്ല പറഞ്ഞത്. അതിനുവേണ്ടി പ്രയത്നിച്ച് ഇത്രയും കഷ്ടപ്പെട്ട് ഒക്കെ കിട്ടുന്നത് ബന്ധമാണ് അല്ല. കാരണം ഇത് പിന്നെ എന്നും ചെയ്തുകൊണ്ടിരിക്കണ്ടേ. അവസാനം ഇത് വലിയൊരു ഗുരുമാനല്ലേ. തീർച്ചയായിട്ടും. അതുകൊണ്ട് മറ്റുള്ള ആളുകൾ പറയുന്നത് പിന്നീട് അത് കിട്ടുന്നത് മുമ്പ് പ്രയത്നിച്ചതിന്റെ ഫലമാണെന്നാണ് പറയുന്നത്. അല്ലാന്ന് നമുക്ക് അഭിപ്രായമൊന്നുമില്ല. കാരണം അവർ പറഞ്ഞതും ശരിയാകട്ടെ ശരിയാകാതിരിക്കട്ടെ, സത്യം ഇതാണ് എന്ന് മാത്രമാണ് നമ്മൾ പറയുന്നത്. ഇതില് കുഴപ്പം പിടിച്ച പരിപാടി എന്ന് പറയുന്നത് കാരണം ഇതെല്ലാം ബന്ധത്തിലേക്കാണ് പോകുന്നത്. കാരണം ഒരു ചോദ്യം ചോദിക്കും ചെറുപ്പകാലത്ത്. ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ചോദിക്കും, വയസ്സാവുമ്പോൾ എന്ത് ചെയ്യും? നല്ലൊരു ചോദ്യമാണ്. വയസ്സാവുമ്പോൾ എന്ത് ചെയ്യും? നിങ്ങൾ ആദ്യത്തെ ചോദ്യം ഏതാ ചോദിക്കുന്നത്? എടാ മോനെ, നിനക്ക് വയസ്സാവുമ്പോൾ എന്ത് ചെയ്യും? ഇപ്പൊ ഞാൻ വെള്ളം തരും, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നിനക്ക് ആര് വെള്ളം തരും? തള്ളേം തന്തയും പറയുന്നതാണ്. എടാ, നിനക്കുള്ള വെള്ളം, നിനക്കുള്ള ഭക്ഷണം ഈ ഭൂമിയിൽ കണ്ടിട്ടാണ് നീ എനിക്കുണ്ടായത്. അതുകൊണ്ട് നീ പുറത്തിറങ്ങിപ്പോയി എവിടെ കൈനീട്ടിയാലും നിനക്ക് ഭക്ഷണം കിട്ടും. കാരണം എന്താ വെച്ചാൽ നീ അത്രയും പവിത്രതരനാണെന്ന് പറയുന്ന ഒരു തള്ളക്ക് എനിക്കണം. മനസ്സിലായില്ല? ഇതെന്റെ മോനെ. കാരണം അവർക്കറിയാം ഇവര് തെരഞ്ഞെടുത്തിരിക്കുന്ന ഈ 110 ദശലക്ഷത്തിനകത്തുനിന്ന് സ്വയംവരം ചെയ്ത് തെരഞ്ഞെടുത്തിരിക്കുന്ന ഈ സാധനം ഒരിടത്ത് എന്നാൽ വെള്ളം കുടിക്കില്ലാത്തതാണെന്നറിയാം. ഇവനെ എവിടെയെങ്കിലും ബന്ധിച്ച് നിർത്തിയാൽ മാത്രമേ ഒരു ഗ്ലാസ് വെള്ളം കിട്ടുള്ളൂ എന്ന് ഇവർക്ക് നന്നായി അറിയാം. കെടുങ്കയാണല്ലേ, ഒരുമാതിരി കെടുങ്കയാണ്. അതുകൊണ്ട് ഈ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചോണ്ടിരിക്കും, എന്റെ പൊന്നുമോനെ നിനക്ക് എവിടെ കിട്ടൂടാ വെള്ളം? ഇവൻ കുറെ പ്രാവശ്യം കേൾക്കുമ്പോ ശരിയുണ്ടോ എന്ന് ആലോചിക്കാൻ തുടങ്ങും. അതിനിടയ്ക്ക് എവിടെയെങ്കിലും ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയില്ലെങ്കിൽ ഇവൻ തീരുമാനിക്കും ശരി ഇവിടെ നിന്ന് തിരിഞ്ഞടയാം, അമ്മ പറഞ്ഞത് ശരിയാണെന്ന് തീരുമാനിക്കും. അപ്പോഴാണ് തിരിയുന്നത്. അപ്പോഴത്തേക്ക് ചിലപ്പം വയസ്സും ആവും. വയസ്സും ആവും. 60 വയസ്സിൽ ആണാണെങ്കിൽ പിന്നെയും സാരമില്ല നോക്കാം. 60 വയസ്സിൽ ചേർന്ന് വെള്ളം കിട്ടാൻ വേണ്ടി കല്യാണം കഴിച്ചു. 80 വയസ്സുകാരന്. ഇവൻ ചത്തു കഴിഞ്ഞാൽ വെള്ളം കിട്ടണ്ടേ? അപ്പൊ പിന്നെ സമതിന്റെ ഹോസ്പിറ്റലിൽ നടക്കുകയാണ്. ടെസ്റ്റ് ട്യൂബ് പറ്റുമെന്നറിയാം. വല്ല കാര്യമുണ്ടോ? വെള്ളം കിട്ടുന്നത് ഇതുകൊണ്ട് വല്ലതാണോ? അപ്പൊ ഈ ചിന്തയിലായി ഇന്ന് ലോകം പോകുന്നത്. ലോകത്തിന്റെ പോക്കാണത്. അപ്പൊ ഇതിനു വേണ്ടിയാണ് ഈ ഓരോ ബന്ധങ്ങളും ചാടുന്നത്. ആകെപ്പാടെ ഒരു ഗ്ലാസ് വെള്ളത്തിന് വേണ്ടിയാണ് ഒരു ജന്മം മുഴുവൻ നോക്കി നടക്കേണ്ടത്. മനസ്സിലായില്ലേ? വയസ്സുകാലത്ത് എന്നോ ഒരിക്കൽ ഒരു ഗ്ലാസ് വെള്ളം കിട്ടുമെന്ന് വിചാരിച്ചു വേണം ഇവനെയും ഇത്രയും കാലം ഇതൊക്കെ നിങ്ങൾ തന്നെ പറയുന്നുണ്ടാവും. എനിക്കിപ്പോ കേൾക്കുന്നുണ്ട്. ആദ്യം വിഷമം ഉണ്ടായിരുന്നു. ആ വിഷമം നിങ്ങൾ അവനോട് പങ്കുവച്ചിട്ടുണ്ടോ? അപ്പൊ അതുകൊണ്ട് വളരെ
തീർച്ചയായും ഇതനുസരിച്ചാണ് കാരണവച്ചാൽ ലോകം ഇന്നീ പോകുന്നത്. വളരെ ശക്തമായി പോകുന്നത് ഈ സങ്കല്പങ്ങളിലൂടെയൊക്കെയാ പോകുന്നത്. മറിച്ച് ഈ സങ്കല്പത്തിനൊന്നും വേണ്ടിയല്ല ഗാർഹസ്ഥ്യവും സന്യാസവും ബ്രഹ്മചര്യവും ഒന്നും. ആ വെള്ളം ഇറങ്ങുകയില്ല, വെള്ളം എന്നാലും ഇറങ്ങുകയില്ല. അതുകൊണ്ടാണ് അത് തൊട്ട് ചുണ്ട് നനയ്ക്കുന്നത്. ആ അകത്തേക്ക് ഒഴിക്കരുത്, അകത്തേക്ക് ഒഴിച്ചാൽ ശ്വാസം കിട്ടും. സ്വച്ഛന്തമായത് പോവില്ല, സ്വച്ഛന്തമായി പോവില്ല. അത് വൈദ്യം അറിയാവുന്നതുകൊണ്ടായല്ലോ പറഞ്ഞു തന്നാ. അപ്പൊ അതുകൊണ്ട് ഇത് ലോകത്ത് കാണുമ്പോഴൊക്കെ ഇതിനു വേണ്ടി ഇത്രയും കിടന്ന് ഉഴാലടിക്കുന്നത്. ഇത് കഴിഞ്ഞാൽ ഒരു ചോദ്യം ബാക്കിയാണ്. ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞ് ചാകാൻ നേരത്ത് വെള്ളം കിട്ടുമോ? പലതും വഴി കിടന്നായിരുന്നു. ഇപ്പോഴാണെങ്കിൽ പിള്ളേരൊക്കെ അങ്ങ് പോറില്ലോ. അല്ല അതിലൊക്കെ കഷ്ടം. അല്ല ഇനിയിപ്പോ അതിലും കഷ്ടമാ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് മിക്കവാറും തന്തയും തള്ളയൊക്കെ ഒരിടത്ത്, പിള്ളേര് വേറൊരിടത്ത്. കർണാടകത്തില്, തമിഴ്നാട്ടില്, ദുബായില്, ഖത്തറില്, ഇവിടെയൊക്കെയാണ്. അതുകൊണ്ട് ഒരു ഇതുമില്ല. അപ്പൊ അതിനു വേണ്ടിയാണെന്ന് പറയാൻ പറ്റുമോ ഇന്നത്തെ സാമൂഹിക ക്രമത്തില്? അപ്പൊ ഇതൊക്കെ വെറുതെ പറയുന്നതാണ്. ഇതുപോലെ ബന്ധം ഉണ്ടാക്കിയാൽ മാത്രമാണ് ഇതെല്ലാം. ബന്ധം മാത്രമാണ് ഇതുണ്ടാക്കുന്നത്. വളരെ ശക്തമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. കേവലമായ ആത്മാവിന് അതിന് ഈ പറഞ്ഞ ബന്ധങ്ങളൊന്നുമില്ല. ആത്മാവിനെ സംബന്ധിക്കുന്ന സാധന ഈ ഒരു അറിവ് മാത്രമാണ്. ബാക്കി ഏതെങ്കിലുമൊക്കെ അനാത്മവിഷയങ്ങളിൽ ബദ്ധമായിരിക്കുന്ന ബോധത്തെ ശുദ്ധീകരിക്കാൻ, അന്ധക്കരണത്തെ ശുദ്ധീകരിക്കാൻ പര്യാപ്തമായേക്കാം. ഈ നിലയിലാണ് പ്രാചീനർ കാണുന്നത്. അല്ലാതെ ആത്മജ്ഞാനത്തിന് ഇതുപകും എന്ന് കരുതരുത്. അന്ധക്കരണ ശുദ്ധിക്ക് കഴിഞ്ഞേക്കാം. അതുകൊണ്ടാണ് ജ്ഞാനി താൻ മുഖാന്തരം നടത്തപ്പെടുന്ന എല്ലാ കർമ്മങ്ങളെയും അകർമ്മമായി കാണും. ഉള്ളിൽ നടക്കുന്നത് പോലും ഹൃദയസ്പന്ദനം, കോശങ്ങളുടെ പരിണാമം, ഇവയൊക്കെ അതൊന്നും അറിഞ്ഞിട്ട് ഒരു കാര്യമില്ല, പഠിച്ചിട്ട് പരിഹാരമില്ല. അതൊന്നും മാറ്റിമറിക്കാനും ആവില്ല. അത് മാറുമെന്നൊരു തോന്നലുണ്ടെങ്കിൽ കുറച്ച് മാറി കിട്ടും. തോന്നലില്ലെങ്കിൽ എന്തെല്ലാം ചെയ്താലും മാറുകയില്ല. അതുകൊണ്ട് ഇതെല്ലാം പോകുന്നത് ശരീരശാസ്ത്രത്തെ ആസ്പദമാക്കിയാണ്. ശരീരമോ വെറും കൂട്ടുകെട്ടാണ്. ആധ്യാത്മിക വിദ്യ അതിന്റെ കറ കളഞ്ഞെടുത്ത സ്വഭാവത്തിൽ പറഞ്ഞാൽ നിത്യശുദ്ധ ബുദ്ധമുക്തമായ ആത്മാവ്, സദാ നശിച്ചുകൊണ്ടിരിക്കുന്ന ശരീരവും തമ്മിലുള്ള ബന്ധമാണ്. അതിൽ നശ്വരമായതിനെ ആസ്പദമാക്കി നടത്തുന്ന ഒരു പ്രക്രിയയ്ക്കും ആധ്യാത്മികമെന്ന് പേരിടുന്നത് ശരിയല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രാചീനമായ ഭാരതീയ ചിന്തയുടെ അകപ്പൊരുൾ. ക്ലിയറായി എന്ന് പറഞ്ഞാൽ
പക്ഷെ ഇത് കേൾക്കാനും സഹിക്കാനും പറ്റില്ല. ദൃഷ്ടനഷ്ടമായ ശരീരാവയവങ്ങളെ, ശരീരത്തെ ഒക്കെ ആസ്പദമാക്കിയാണ് ഇതിന്റെ പോക്ക്. എല്ലാ സാധനങ്ങളും പോരുന്നത് ആ വഴിയിലാണ്. അതൊക്കെ പഠിക്കാനും ചെയ്യാനും വളരെ കുറഞ്ഞ സമയം മതി. അതിനോട് ഒരുപാട് പരിശീലനമൊന്നും വേണ്ട. കാരണം ഇത് അറിഞ്ഞിട്ടുള്ളവന്. എങ്ങനെ അനുഭവപ്പെടാൻ? തീർച്ചയായും ബോധ്യപ്പെടുന്നുണ്ടാവും. കാരണം അത്ര ഈ വസ്തുനിഷ്ഠമായ ആത്മബോധമുള്ളവർക്ക് അതൊന്നും അവരെ ബാധിക്കുന്നതല്ല. അവർ നിൽക്കുന്ന ആ തലത്തിലാണ്. ഇനി ഏത് തരത്തിലുള്ള പ്രയത്നങ്ങൾ ചെയ്താലും, നിങ്ങൾ എന്തെല്ലാം പ്രയത്നങ്ങൾ കാണിച്ചാലും കാണിച്ചില്ലെങ്കിലും മൂഢന് നിർവൃതിയില്ല. എങ്ങനെയൊക്കെ കാണിച്ചാലും അവൻ വിശ്രാന്തിയിലെത്തുകയില്ല. ജ്ഞാനിയാകട്ടെ എന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലും നിർവൃതിയിലാണ്, എത്തുകയല്ല. മനസ്സിലായില്ല? ഇതാണ് ഇതിന്റെ പൊരുൾ. നമുക്കാണെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ചെയ്തതാണെന്നൊരു വധു അതിന്മേലും നമ്മളുടെ മേലും ഇല്ലേ? നിങ്ങളൊരു 5 കൊല്ലം ഉപയോഗിച്ചൊരു സ്കൂട്ടറെ വേറൊരുത്തിന് പെട്ടെന്ന് കയറാൻ പറ്റില്ല. കയറിയാലോ മറിഞ്ഞു വീഴും, ഉറപ്പാണ്. കാരണം അതിന് നിങ്ങളുടെ ഒരു പാടവേ വീണിട്ടുണ്ട്. ശരിയാണെന്ന് ആലോചിച്ചു നോക്കുക. നിങ്ങൾ ഉപയോഗിച്ച പേന, അതുകൊണ്ടല്ലേ ഇപ്പൊ ബോൾ പെന്നൊക്കെ ആക്കിയിരിക്കുന്നത്. അതാകുമ്പോ കുഴപ്പമില്ല. അതിന് പോലും ഉണ്ട്, അറിയപ്പെടുന്ന വിധമില്ല. മറ്റതിലാകുമ്പോ അറിയപ്പെടുന്ന വിധമുണ്ട്. അനിമ്പുള്ള പേന മേടിച്ചെന്ന് എഴുതി നിൽക്കുക എന്ന് പറഞ്ഞ നമ്മൾ സാധനം ചെയ്ത് സാധനയൊക്കെ വടുവായി അവിടെ കിടക്കും. അപ്പൊ അതില്ലെന്ന് പറയാൻ പറ്റുമോ? ജ്ഞാനി ചെയ്താലും ചെയ്തില്ലെങ്കിലും വിശ്രാന്തിയിലാണ്. അതുകൊണ്ട് അത് പ്രയത്നവുമുള്ളതല്ല. അതുണ്ടാകുന്നത് സാധനയനുഷ്ഠിച്ചല്ല. അത് അയത്നലളിതമായി വന്നു ചേരുകയാണ്. പ്രയത്നിച്ച് നേടുന്നതും അയത്നലളിതമായി വന്നു ചേരുന്നതും ആരിലാ ശാന്തി ഉണ്ടാവുന്നത്? സമ്മതമാണ്. പ്രയത്നിച്ച് നേടിക്കഴിഞ്ഞാൽ അവനുപയോഗിക്കാനും പറ്റില്ല, മറ്റൊരാൾ ഉപയോഗിക്കാൻ സമ്മതിക്കുകയില്ല. ചില കാരണവന്മാര് സമ്പാദിച്ചു വെച്ച പോലെ ഇരിക്കും. എപ്പോഴും പ്രാഗിക്കൊണ്ടും ചീത്ത വിളിച്ചുകൊണ്ടും തെറി പറഞ്ഞുകൊണ്ടും കൊടുക്കുന്നത്. ശരിയല്ല. ആ പറഞ്ഞു കൊടുക്കുകയല്ല. ആ അതുകൊണ്ട് നീയും അത് കേട്ടേ പറ്റും. മറ്റത് അയത്നലളിതമായി അറിഞ്ഞതാണ്. അത് അയത്നലളിതമായാണ് ഒഴുകി വരികയും ചെയ്യുക. തീർച്ചയായിട്ടും ആവും.
വില അറിയാതെ ഒരു കാര്യം അറിഞ്ഞാലേ അറിയുള്ളൂ. അത് ഉറപ്പാണ്. 100% അങ്ങനെയാണ്. അത് നിങ്ങള് ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോ നിഷ്കളങ്കമായി കൂടെ നടക്കുന്ന ഒരാളുടെ, ആണിന്റെയോ പെണ്ണിന്റെയോ ആയിക്കോട്ടെ, ആണ് പെണ്ണിനോടോ പെണ്ണാണിനോടോ പെണ്ണ് പെണ്ണിനോടോ ആണിനോടോ ആയിക്കോട്ടെ, ഒരു ചിരിയും കളിയും തമാശയായി ലാഘവത്തോടെ പറയുമ്പോ ഈ ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് 2 ദിവസം അല്ലെങ്കിൽ 1 ദിവസം ഇങ്ങനെ നടക്കുമ്പോൾ കിട്ടുന്ന മനസ്സിന്റെ ലാഘവം, നിങ്ങൾ ഈ ഒരുപാട് കഷ്ടപ്പെട്ട് സ്ത്രീധനവും കൊടുത്ത് അതും കൊടുത്ത് ഇതും കൊടുത്തൊക്കെ നേടിയെടുത്ത് ഒരു 10 മിനിറ്റ് ഇരുന്നാൽ കിട്ടുമോ? അതുകൊണ്ടാണ് ഇന്നലെ ഒരു കക്ഷി പറഞ്ഞു, ഞാൻ അവരെ ആരെയും കൊണ്ടുവരാറില്ല. കാരണം അത് ഞാനത് തന്നെയാ പറഞ്ഞു. ഞാൻ ആ ലാഘവം തന്നെയാ പറഞ്ഞു. താനാന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പൊ അതുകൊണ്ട് തത്വനിശ്ചയം കൊണ്ടുണ്ടാകുന്നതായതിനാൽ അത് അയത്നലളിതമാണ്.